നമസ്കാരം. വാർത്തകൾ തുടങ്ങുകയാണ്. ആദ്യം പ്രധാന തലവാചകങ്ങൾ. ചുഴലിക്കാറ്റിൽ നാശനഷ്ടമുണ്ടായ മേഖലകളിൽ സന്ദർശനം നടത്തി MLA. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം ആര്യടൻ ഷൌക്കത്ത് സന്ദർശനം നടത്തിയത് നഗരസഭയിലെയും കരുളായിയിലെയും പ്രദേശങ്ങൾ. നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടികൾ വേഗത്തിലാക്കുമെന്നും MLA. അപകട ഭീഷണിയായി നിലമ്പൂർ കോടതി വളപ്പിലെ വലിയ മരങ്ങൾ. മഴക്കാലമായതോടെ അപകട സാധ്യതയേറെയെന്ന് പ്രദേശവാസികൾ. മരം മുറിച്ചുമാറ്റാൻ നടപടി വേണമെന്നും ആവശ്യം. ചാലിയാർ പെരുമ്പത്തൂരിൽ കാട്ടാനയുടെ പരാക്രമം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വീടിന്റെ ഗേറ്റും മതിലും തകർത്തു. നാശം നേരിട്ടത് ആലോടി നാലകത്ത് ഹൈദരാലിയുടെ വീട്ടിൽ. വണ്ടൂരിലെ ഗതാഗത കുരുക്ക് താൽക്കാലിക പരിഹാരമായി ഗതാഗത നിയന്ത്രണം. തീരുമാനം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന് സമാപനം. സമ്മേളനം നടന്നത് 2 ദിവസങ്ങളിലായി ചെറുകോട് വെച്ച്. പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. ചുഴലിക്കാറ്റിൽ നാശനഷ്ടമുണ്ടായ മേഖലകളിൽ ആര്യടൻ ഷൌക്കത്ത് MLA സന്ദർശനം നടത്തി. നിലമ്പൂർ നഗരസഭയിലെയും കരുളായിയിലെയും പ്രദേശങ്ങളാണ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം MLA സന്ദർശിച്ചത്. വീടുകൾക്കും കൃഷിക്കും നാശം നേരിട്ടവർക്ക് ധനസഹായം ലഭ്യമാക്കാൻ നടപടികൾ വേഗത്തിലാക്കുമെന്ന് MLA ഉറപ്പു നൽകി. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ മിന്നൽ ചുഴലിയിലാണ് മേഖലയിൽ നിരവധി വീടുകൾക്ക് മരം വീണും മറ്റും നാശം നേരിട്ടത്. ഒരു വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കാർഷിക മേഖലയിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. നഗരസഭയിലെ പയ്യമ്പള്ളി, ഈയമ്മട, കരുളായിയിലെ ചെട്ടി, വരക്കുളം ഭാഗത്താണ് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ നേരിട്ടത്. തഹസിൽദാർ MP സിന്ധു, നഗരസഭാ കൗൺസിലർ ശ്രീജ ചന്ദ്രൻ, പാലോളി മെഹബൂബ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. മമ്പാട് ഓടായിക്കലിൽ ചാലിയാർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനായി 3-ാം ദിവസവും തെരച്ചിൽ തുടരുകയാണ്. ഇന്നലെ ഏറെ വൈകിയും എടവണ്ണ, അരീക്കോട് ഭാഗങ്ങളിലായി ചാലിയാർ പുഴയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. നിലമ്പൂർ, തിരുവാലി അഗ്നിരക്ഷാ സേനകൾ, ERF, ട്രോമ കെയർ, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുഴയിൽ തെരച്ചിൽ നടത്തുന്നത്. ചൊവ്വാഴ്ചയാണ് ബീമ്പുങ്ങൽ സ്വദേശിയായ ആഷിഖിനെ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. നിലമ്പൂർ കോടതി വളപ്പിലെ വലിയ മരങ്ങൾ ഭീഷണിയാകുന്നുവെന്ന് പരാതി. പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മരങ്ങൾ മഴക്കാലം കൂടിയായതോടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയാണ്. ശക്തമായ കാറ്റടിച്ചാൽ ഉയരമുള്ള മരങ്ങൾ കടപുഴകിയാലോ ശിഖരങ്ങൾ പൊട്ടിവീണാലോ വലിയ അപകടമാണ് ഉണ്ടാവുക. മരം മുറിച്ചു മാറ്റുന്നതിന് നടപടി വേണമെന്ന് ബന്ധപ്പെട്ടവർക്ക് സമീപവാസികൾ പരാതിയും നൽകിയിട്ടുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങൾ പൊട്ടിവീണാൽ കോടതി കെട്ടിടത്തിനും സമീപത്തെ ക്വാർട്ടേഴ്സിനും വ്യാപാര സ്ഥാപനങ്ങൾക്കും നാശം നേരിടും. കോടതി വളപ്പിൽ അഭിഭാഷകർ, പോലീസ് എന്നിവർ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മരങ്ങൾക്ക് താഴെയാണ്. തിരക്കേറിയ റോഡിലാകട്ടെ ഏത് സമയവും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ മരക്കൊമ്പ് റോഡിലേക്ക് പൊട്ടിവീണ സംഭവവും ഉണ്ടായിരുന്നു. കാൽനടക്കാർ അപകടമില്ലാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ താമസക്കാരനാണ്. ഞാൻ കാണുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കോടതി പരിസരത്തുള്ള മരങ്ങളെല്ലാം വളരെ വലുതായിട്ട് നട്ടുപിടിപ്പിച്ച മരങ്ങളെല്ലാം ഇതൊക്കെ പാഴ്മരങ്ങളാണ്. അതിന് വേറൊന്നുമില്ല, ഏത് സമയത്തും ഇത് വീഴാവുന്ന അവസ്ഥയാണ്, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്. കഴിഞ്ഞ വർഷം അങ്ങനെ സംഭവം ഉണ്ടായതാണ്. ഒരു മരം, ഈ വാഗമരം ഒടിഞ്ഞ് വീണു തൊട്ട് പുറകിലും. അപ്പോൾ ഞങ്ങൾക്ക് ഭീതിയുണ്ട്, ഇതൊക്കെ ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ വലിയ വലിയ നാശനഷ്ടങ്ങളും ജീവഹാനികളും ഒക്കെ ഉണ്ടാകാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കോടതി പരിസരത്തുള്ള ഇങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടാകാവുന്ന മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ റോഡിനാണെങ്കിലും തീരെ വീതിയില്ല, ആ റോഡ് വളരെ കുറവാണ്. അപ്പോഴാണ് ഇതിൻ്റെ സൈഡിലൊക്കെ ഉള്ള കച്ചവടക്കാർ ഫുട്പാത്ത് അവർ പൂർണ്ണമായിട്ടങ്ങ് കെട്ടിയെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് വൃദ്ധരോ കുട്ടികളോ ഒക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ കോടതി വരുന്നവരൊക്കെ ആ ഫുട്പാത്ത് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും റോഡിൽ കൂടെ ഇറങ്ങിയാണ് നടക്കുന്നത്. പ്രശ്ന പരിഹാരത്തിനായി PV വർഗീസിന്റെ നേതൃത്വത്തിൽ പരാതി നൽകിയിരുന്നു. നഗരസഭയിലും നേരത്തെ പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയിലായില്ലെന്ന് അഡ്വക്കേറ്റ് PV വർഗീസ് പറഞ്ഞു. 8ാമത് ലിൻസി ശശീന്ദ്രൻ ഓർമ്മ വാർഷിക ദിനത്തിന്റെ ഭാഗമായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മേഖലയിൽ സ്മരണാഞ്ജലിയും സാന്ത്വനം ബോധവൽക്കരണ ക്ലാസും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. SSLC, +2 വിജയികളായ മക്കളെ ചടങ്ങിൽ ആദരിച്ചു. നിലമ്പൂർ യൂണിയൻ മിനി ഹാളിൽ നടന്ന പരിപാടിയിൽ മൗന പ്രാർത്ഥനയ്ക്ക് ശേഷം ലിൻസി ശശീന്ദ്രന്റെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തി. സ്മരണാഞ്ജലിയിൽ മേഖലാ പ്രസിഡന്റ് ഹോജിമിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഗഫൂർ ഇനി അനുസ്മരണ പ്രഭാഷണം നടത്തി.
മുൻ മേഖലാ പ്രസിഡന്റ് തോമസ് കോശി, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ നിസാർ മരുത, വിശ്വനാഥൻ അതുല്യ, നിഷാദ് കൊടിക്കാരൻ എന്നിവർ സംസാരിച്ചു. സാന്ത്വനം ബോധവൽക്കരണ ക്ലാസും കുടുംബസംഗമവും AKPA ജില്ലാ പ്രസിഡന്റ് ഗഫൂർ റിനി ഉദ്ഘാടനം ചെയ്തു. ബ്ലഡ് ഡൊണേഷനെ കുറിച്ച് കോർഡിനേറ്റർ വൈസ് പ്രസിഡന്റ് നിസാർ മരുത, ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് ജില്ലാ കമ്മിറ്റി അംഗം വിശ്വനാഥൻ അതുല്യ എന്നിവർ സംസാരിച്ചു. AKPA നിലമ്പൂർ മേഖലാ സെക്രട്ടറി രജീഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് നിസാർ നന്ദിയും പറഞ്ഞു. ഉണ്ണി ലിൻസി, ഷാജി ലിൻസി, നിഷാദ് കൊടിക്കാരൻ, ജംഷീർ തനിമ, വിശ്വനാഥൻ അതുല്യ, ജിതേഷ് ചുങ്കത്തറ, ജില്ലാ വനിതാ കോർഡിനേറ്റർ നജുമ എന്നിവർ കുട്ടികൾക്ക് അവാർഡുകൾ കൈമാറി. പെരുമ്പത്തൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വീടിന്റെ ഗേറ്റും മതിലും തകർത്തു. ആലോടി നാലകത്ത് ഹൈദരാലിയുടെ വീട്ടിലാണ് കാട്ടാനയുടെ പരാക്രമം. വീട്ടുവളപ്പിലെ കാർഷിക വിളകളും ആന നശിപ്പിച്ചിട്ടുണ്ട്. 6 മാസം മുൻപും കാട്ടാന ഇവിടെ ഇതേ രീതിയിൽ നാശം വരുത്തിയിരുന്നു. അന്ന് തകർത്ത ഗേറ്റും മതിലും പിന്നീട് പുതിയതായി നിർമ്മിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഇപ്പോൾ വീണ്ടും കാട്ടാനയെത്തി തകർത്തത്. നേരത്തെ ഉണ്ടായ നാശത്തിന് നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ല. കാഞ്ഞിരപ്പുഴ കടന്നാണ് ഇവിടെ കാട്ടാനകൾ എത്തുന്നത്. ചാലിയാർ പഞ്ചായത്ത് എളമ്പിലാക്കോടിൽ തെരുവ് നായകൾ കോഴികളെ കടിച്ചുകൊന്നു. കോഴി കർഷകനായ നാലകത്ത് മുസ്തഫയുടെ 14 വലിയ കോഴികളെയാണ് കടിച്ചുകൊന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം. ഈ സമയത്ത് മുസ്തഫ വീട്ടിലില്ലായിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നതിനാൽ കോഴികളുടെ ശബ്ദം വീട്ടുകാർ കേട്ടതുമില്ല. മുട്ടയിടുന്ന കോഴികളും കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്ന തള്ളക്കോഴികളും പൂവൻ കോഴികളും അടക്കം 14 കോഴികളെയാണ് നായകൾ കടിച്ചുകൊന്നത്. എന്നാൽ ഇവയെ ഭക്ഷിച്ചിട്ടില്ലാത്തതിനാൽ പേവിഷബാധയുള്ള നായയാവാനാണ് സാധ്യതയെന്ന് മുസ്തഫ പറയുന്നു. ഇന്നലെ തെരുവ് പട്ടികൾ വന്നിട്ട് എൻ്റെ 14 കോഴികളെ കടിച്ചു കൊന്നു. ഇന്നലെ മഴയുള്ള സമയത്തുകൊണ്ട് ശബ്ദമൊന്നും വീട്ടുകാർ അറിഞ്ഞില്ല. അതായത് ഈ കുഞ്ഞുങ്ങളുടെ തള്ളേനെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ മുട്ടയിടുന്ന കോഴികളും പൂവന്മാരും പിടകളൊക്കെ കൂടി 14 വലിയ കോഴികളാണ്. 2-3 പട്ടികളാണെന്ന് പറഞ്ഞു. പട്ടികളെ കണ്ടിരുന്നു, അതുകൊണ്ടാണ് പട്ടികളെ ഉറപ്പിച്ചത്. ഒക്കെ കൊന്നിട്ട് വരും. വിശപ്പ് മാറ്റാണെങ്കിൽ കൊന്നിടല്ലേ, കടിച്ച് തിന്നല്ലേ. ഒരെണ്ണത്തിന് മാത്രം ഇച്ചിരി കടിച്ചിട്ടുള്ളായിരുന്നു. ബാക്കിയൊക്കെ കടിച്ച് കൊന്നിട്ട് പോയത്. അപ്പോൾ അത് അന്വേഷിക്കുമ്പോൾ ഒരുപാട് വീട്ടുകാർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് പേ പിടിച്ച പട്ടിക്കാവാനാണ് സാധ്യത. അപ്പോൾ പഞ്ചായത്തിന് വേണ്ട നടപടി സ്വീകരണം വിചാരിക്കണേ. ഒന്നിനെ മാത്രം കുറച്ച് ഭാഗം കടിച്ചെടുത്തിട്ടുണ്ട്. 7000 രൂപയോളമാണ് നഷ്ടം കണക്കാക്കുന്നത്. അന്വേഷിച്ചപ്പോൾ ഈ ഭാഗത്തുള്ള പല വീടുകളിലും കോഴികളെ ഇത്തരത്തിൽ കൊന്നതായി അറിയാൻ കഴിഞ്ഞുവെന്നും മുസ്തഫ പറഞ്ഞു. വണ്ടൂർ ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ നടക്കുന്നത് മൂലമുള്ള രൂക്ഷമായ ഗതാഗത കുരുക്കിന് താൽക്കാലിക പരിഹാരമായി ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനമായിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പോലീസും അറിയിച്ചു. മഴയും സൗന്ദര്യവൽക്കരണവും ഒരുമിച്ചെത്തിയതോടെ വണ്ടൂരിൽ ഗതാഗത കുരുക്ക് അതിരൂക്ഷമാണ്. പലപ്പോഴും മണിക്കൂറുകളാണ് കുരുക്ക് നീളുന്നത്. പാണ്ടിക്കാട് റോഡിൽ ചെട്ടിയാറമ്മൽ വരെയും കാളികാവ് റോഡിൽ കുറ്റിയിൽ വരെയും നിലമ്പൂർ റോഡിൽ അമ്പലപ്പടി വരെയുമെല്ലാം പലപ്പോഴും വാഹനങ്ങളുടെ നീണ്ട നിര കാണാം. സെൻട്രൽ ജംഗ്ഷനിൽ ഒരു ഭാഗം അടച്ചുള്ള പ്രവൃത്തികൾക്കൊപ്പം നിലമ്പൂർ പാണ്ടിക്കാട് റോഡുകളിലെ ഒരേ സമയം പ്രവൃത്തി നടത്തുന്നതാണ് കുരുക്ക് വർദ്ധിപ്പിച്ചത്. ഇതോടെ ബസ് ജീവനക്കാരും കച്ചവടക്കാരും വിദ്യാർത്ഥികളുമെല്ലാം പ്രതിഷേധവുമായി രംഗത്തെത്തി. തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടിയന്തര യോഗം വിളിച്ച് താൽക്കാലിക പരിഹാരത്തിന് വഴി തേടിയത്. കൂരിക്കുണ്ട് ബൈപ്പാസ് മുതൽ സെൻട്രൽ ജംഗ്ഷൻ വരെ ഇന്നു മുതൽ വൺ വേ ആക്കും. വാണിയമ്പലം റോഡ് ഭാഗത്തു നിന്ന് വരുന്ന മുഴുവൻ വാഹനങ്ങളും സിയന്ന ബൈപ്പാസ് വഴി തിരിഞ്ഞു പോകണം. കാളികാവ് പാണ്ടിക്കാട് ഭാഗത്തു നിന്നും മഞ്ചേരിയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ മണലിമ്മൽ സ്റ്റാൻഡിലൂടെ മാർക്കറ്റ് റോഡ് വഴി കടന്നു പോകണം. നിലമ്പൂർ റോഡിൽ നിന്നും മഞ്ചേരി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ അമ്പലപ്പടി ബൈപ്പാസിലൂടെ തിരിഞ്ഞു പോകണം. താൽക്കാലികമായുള്ള ഈ നിയന്ത്രണങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്നും പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വണ്ടൂർ കൂരിക്കുണ്ട് മുതൽ വണ്ടൂർ ടൗണ് വരെ വൺ വേ ആക്കിയേക്കാണ്. അവിടുന്ന് എല്ലാ വണ്ടികളും മഞ്ചേരിക്ക് വേണ്ട എല്ലാ വണ്ടികളും ബൈപ്പാസ് വഴി വന്ന് മണൽമൽ ബസ് സ്റ്റാൻഡ് വഴി മാർക്കറ്റ് റോഡ് വഴി പോകണമെന്നാണ് കമ്മിറ്റി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വണ്ടൂർ ട്രാഫിക്കിൽ അത്രയും ബ്ലോക്ക് ആയതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കാളികാവുന്ന് വരുന്ന എല്ലാ വണ്ടികളും ബൈപ്പാസ് വഴി വണ്ടൂർ ടൗണിലേക്ക് വരാനേ പാടുള്ളൂ. വണ്ടൂരിൻ്റെ ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ആംബുലൻസുകളും മറ്റുള്ള
എല്ലാം പോകുന്ന വലിയ റോഡായത് കൊണ്ടാണ് നമ്മൾ തൽക്കാലം ഈ പണി കഴിഞ്ഞത് വരെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. മാർക്കറ്റ് റോഡ് 1 വേ ആണ്. ഒരു വണ്ടിയും അങ്ങോട്ട് പോകാൻ പാടില്ല. ശക്തമായ നടപടി പോലീസുകാർ എടുക്കും. യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിന സിയാദ്, ഷാവുൽ ഹമീദ്, നിഷ മാധവൻ, CT ചെറി, വണ്ടൂർ SI ജയകൃഷ്ണൻ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ജസീം, ബസ് ഓണേഴ്സ് പ്രതിനിധികളായ UKB സച്ചിദാനന്ദൻ, മുനൂർ പൊത്തങ്ങോടൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രതിനിധികളായ ഷിഹാബ് അലൈവ്, മുജീബ് അലിസൺ, വ്യാപാരി സമിതി പ്രതിനിധികളായ അഫ്സൽ സീരത്ത്, സുഭീഷ്, ബിൽഡിംഗ് ഓണേഴ്സ് പ്രതിനിധി ഉമ്മർ ഹാജി, ട്രോമ കെയർ അംഗങ്ങളായ അഷ്റഫ്, കോയ എന്നിവർ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി ചെറുകോട് പുഷ്പൻ നഗറിൽ നടന്നുവന്ന DYFI 16ാമത് ജില്ലാ സമ്മേളനം സമാപിച്ചു. 2ാം ദിവസം ചർച്ചയ്ക്കുള്ള മറുപടി, അഭിവാദ്യം, ഭാരവാഹി തെരഞ്ഞെടുപ്പ്, ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം എന്നിവ നടന്നു. സമ്മേളനത്തിൽ 18 ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നായി 3 ട്രാൻസ്ജെൻഡേഴ്സ് അടക്കം 375 പ്രതിനിധികളാണ് പങ്കെടുത്തത്. ബ്ലോക്ക് കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് 38 പേർ ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്, ജില്ലാ സെക്രട്ടറി K ശ്യാംപ്രസാദ്, സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു, M വിജിൽ MLA, കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജർ, ഗ്രീഷ്മ അജയ് ഘോഷ് എന്നിവർ സംസാരിച്ചു. 53 അംഗ ജില്ലാ കമ്മിറ്റിയും 15 അംഗ സെക്രട്ടേറിയറ്റിനെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി P ഷബീർ, സെക്രട്ടറിയായി K ശ്യാംപ്രസാദ്, ട്രഷററായി തേജസ് K ജയൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എരമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡോക്ടർ ജോസഫ് മാർ തോമസ് ബ്ലോക്ക് സമർപ്പണം വെള്ളിയാഴ്ച നടക്കും. 5 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ കെട്ടിട സമർപ്പണം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലങ്കര കത്തോലിക്ക സഭ ബത്തേരി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പണി കഴിപ്പിക്കപ്പെട്ട ഡോക്ടർ ജോസഫ് മാർ തോമസ് ബ്ലോക്കിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഈ വരുന്ന 10-ാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിയോടുകൂടി നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ അവറുകൾ നിർവഹിക്കുകയാണ്. ചടങ്ങിൽ ആര്യാടൻ ഷൗക്കത്ത് മുഖ്യ പ്രഭാഷണം നടത്തും. ബത്തേരി രൂപതാധ്യക്ഷൻ റവറന്റ് ജോസഫ് മാർ തോമസ് അധ്യക്ഷത വഹിക്കും. MLA മാരായ VS ജോയി, TP അഷ്റഫ് അലി എന്നിവർ പങ്കെടുക്കും. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ഉപഹാരം നൽകും. വാർത്താ സമ്മേളനത്തിൽ മുഖ്യ രക്ഷാധികാരി ഫാദർ പോൾസൺ ആറ്റുപുറം, പ്രിൻസിപ്പൽ ബിജു പോൾ, PTA പ്രസിഡന്റ് ഷംസുദ്ദീൻ, കൺവീനർമാരായ AP ജാഫർ അലി, ഷിബിൻ രാജ്, ജെയിംസ് കോശി എന്നിവർ പങ്കെടുത്തു. നമ്മുടെ സ്കൂളിലുള്ള NSS, സ്കൗട്ട്, ഗൈഡ്, അതുപോലെ തന്നെ നമ്മുടെ NCC, ലിറ്റിൽ കിഡ്സ്, ഈ ഗ്രൂപ്പിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കൂളിനെ സ്മോക്ക് ഫ്രീ ക്യാമ്പസ് ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ അനൗൺസ് ചെയ്തിരിക്കുന്ന തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ലഹരി വിരുദ്ധ ക്യാമ്പസ് ആയിട്ട് ഇതിനെ അന്ന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിക്കുകയാണ്. KSSPA വണ്ടൂർ നിയോജക മണ്ഡലം കലോത്സവവും പുതിയ അംഗങ്ങൾക്കുള്ള വരവേൽപ്പ് നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് T വിനയദാസ് ഉദ്ഘാടനം ചെയ്തു. PSC നടത്തിയ പരീക്ഷയിൽ പോലും അതിഗുരുതരമായ കൃത്രിമം നടത്തി ആളുകളെ പണം വാങ്ങി നിയമിക്കുന്ന പാർട്ടി സർവീസ് കമ്മീഷനായി PSC മാറിയതിന്റെ നേർചിത്രങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. എവിടെയാണ് ഇവർ അന്വേഷണത്തെ നേരിടാൻ ബാക്കിയുള്ളത്? ആ നിലയിൽ അത് കേരളമായാലും നമ്മുടെ രാജ്യമായാലും തകർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ അവകാശങ്ങളെ പറ്റി ചിന്തിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹികമായ നിലനിൽപ്പ്, തലമുറകളുടെ നിലനിൽപ്പ്, പ്രകൃതിയുടെ നിലനിൽപ്പ്, ഇതെല്ലാം ചിന്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിഭാഗം എന്ന നിലയിൽ നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് നമ്മൾ ചെലവ് പറ്റുന്ന എന്ന നിലയിൽ സമൂഹത്തോട് നമുക്കുള്ള ആ ഉത്തരവാദിത്തം, കടപ്പാട് അത് നിലനിർത്തി മുന്നോട്ട് പോകുവാനും വരാനിരിക്കുന്ന തലമുറകൾക്ക് വെളിച്ചമായി മാറുവാനും. പ്രസിഡന്റ് KT അലവിക്കുട്ടി അധ്യക്ഷനായിരുന്നു. ജില്ലാ ട്രഷറർ KP വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി M വേലായുധൻ, നിയോജക മണ്ഡലം സെക്രട്ടറി C മെഹബൂബ്, സംസ്ഥാന കൗൺസിലർമാരായ P ഉണ്ണികൃഷ്ണൻ, MV ജോസഫ്, E ഉദയചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം TP ആമിന, നിയോജക മണ്ഡലം വനിതാ ഫോറം പ്രസിഡന്റ് എൽസമ്മ തോമസ്, കലാമേള കൺവീനർ KT സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ട്രഷറർ NK രാജേന്ദ്രൻ നന്ദി അറിയിച്ചു. വണ്ടൂർ WIC ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പുതിയ സംരംഭമായ
തഫ്വീദുൽ ഖുർആൻ അക്കാദമിക്ക് വേണ്ടിയുള്ള കെട്ടിടം വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വൈകിട്ട് 4:30 ഏറിയാട് കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങ് റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. WACയുടെ തഹ്ഫീദുൽ ഖുർആൻ അക്കാദമിയാണ്. കുട്ടികളുടെ ഗ്രേസ് പബ്ലിക് സ്കൂളിൽ CBSE സിലബസ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കാൻ സാധിക്കുന്ന ഒരു കേന്ദ്രമാണ് ഹിഫ്ദുൽ ഖുർആൻ അക്കാദമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല വെറും ഖുർആൻ മനഃപ്പാഠമാക്കലോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകലോ മാത്രമല്ല, വ്യത്യസ്തമായ സ്കില്ലുകൾ, കുട്ടികളെ കഴിവുകൾ വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയ വിവിധ പദ്ധതികളോടുകൂടിയാണ് ഈ സ്ഥാപനം ആരംഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ വെള്ളിയാഴ്ച അഥവാ ജൂലൈ 10-ാം തീയതി വെള്ളിയാഴ്ച 4:30 അത് ഉദ്ഘാടനം ചെയ്യും. അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. ബഹുമാനായ കേരളത്തിലെ റവന്യൂ മന്ത്രി ശ്രീ AP അനിൽകുമാർ അവറുകളാണ് ഈ മഹത്തായ ഈ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് CBSE പഠനത്തോടൊപ്പം ഖുർആൻ മനഃപ്പാഠമാക്കലുമാണ് ലക്ഷ്യം. ജമാഅത്തെ ഇസ്ലാമി അമീർ P മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ CH സക്കരിയ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നസീഫ്, കമ്മിറ്റി അംഗങ്ങളായ ലത്തീഫ് കൂരാട്, അഷ്റഫ് കുരിക്കൾ എന്നിവർ പങ്കെടുത്തു. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂരിൽ ഹജ്ജ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. ഹജ്ജ് അപേക്ഷകർക്ക് ആവശ്യമായ സേവനം ഉറപ്പുവരുത്തുന്നതിനാണ് ചന്തക്കുന്ന് സോണി സൗണ്ട്സ് ഓഫീസ് കെട്ടിടത്തിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയത്. നഗരസഭാ വൈസ് ചെയർമാൻ നാണിക്കുട്ടി അപേക്ഷ സ്വീകരിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം ജില്ലാ ഹജ്ജ് അഡീഷണൽ ട്രെയിനർ അബ്ദുൽ ഹക്കീം ഏറാൻതൊടിയ അധ്യക്ഷത വഹിച്ചു. ജൽസീമിയ, സോണി അയ്യൂബ്, വല്ലാഞ്ചിറ വഹാബ്, കൂട്ടപ്പിലാൻ മുഹമ്മദ്, പുത്തൻപീടിക മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. മണ്ഡലം ട്രെയിനർ മൊയ്തീൻകുട്ടി സ്വാഗതവും അബൂബക്കർ സീമാടൻ നന്ദിയും പറഞ്ഞു. മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FYUGP ഉദ്ഘാടനവും നവാഗതർക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു. ഫസ്റ്റ് ചാപ്റ്റർ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ V അനിൽ കുമാർ വള്ളത്തോൾ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ഷിബിൻ P ജെയിംസ് അധ്യക്ഷത വഹിച്ചു. കോളേജ് CEO ഫാദർ എബ്രഹാം പാതിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് ബർസാർ ഫാദർ കുര്യക്കോസ് മാതാപാറ, ആര്യ മോഹൻ, S ശ്രുതി, സോണിയ തോമസ് എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 കോടി ചെലവിൽ നിർമ്മിച്ച സയൻസ് ലാബിന്റെയും SSK ഫണ്ടിൽ നിർമ്മിച്ച ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനവും വെള്ളിയാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. PV അബ്ദുൽ വഹാബ് MP, ആര്യടൻ ഷൗക്കത്ത് MLA എന്നിവർ പങ്കെടുക്കും. ചുങ്കത്തറ പൂക്കോട്ടുമണ്ണ ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിട ഉദ്ഘാടനവും 60ാം വാർഷികാഘോഷവും നാളെ നടക്കും. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ചടങ്ങ് വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. MLA-മാരായ ആര്യടൻ ഷൗക്കത്ത്, VS ജോയ്, TP അഷ്റഫ് അലി തുടങ്ങിയവർ പങ്കെടുക്കും. ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, സ്കൂൾ ഭാരവാഹികൾ തുടങ്ങിയവരും സംബന്ധിക്കും. മമ്പാട് ചെമ്പൻകാട് അങ്കണവാടിയിൽ 34 വർഷക്കാലം സേവനമനുഷ്ഠിച്ച CP റുബീന ടീച്ചറുടെ നിര്യാണത്തിൽ ചെമ്പൻകാട് BFC സോഷ്യൽ ക്ലബ്ബ് അനുശോചന യോഗം നടത്തി. മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ K അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV അഷ്റഫ് സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരോജിനി, ക്ലബ്ബ് പ്രസിഡന്റ് K റിയാസ്, മുസ്തഫ, സൈനബ, നജ്മുന്നീസ, ആമിന, K നഫീസ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വർക്കർമാരും ഹെൽപ്പർമാരും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. ചുങ്കത്തറ യങ്മെൻസ് ലൈബ്രറിയിൽ വായനാ പക്ഷാചരണത്തിന്റെ സമാപനവും വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. പരിപാടി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിയാസ് ചുങ്കത്തറ ഉദ്ഘാടനം ചെയ്തു. ക്യൂസ്, പുസ്തക പ്രദർശനം, ബഷീർ എഴുതിയ കത്തുകളുടെ പ്രദർശനം, സ്റ്റാമ്പ് പ്രദർശനം, MN കാരശ്ശേരി അയച്ച ബഷീറിന്റെ മാലപ്പാട്ട് അവതരണം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു. ബാലവേദി അംഗങ്ങളിൽ നിന്നും LSS USS ജേതാക്കളായ മിഥില, ജഗന്നാഥ്, ശ്രീപാർവതി എന്നിവർക്ക് മോഹൻദാസ് മെമ്മോറിയൽ ക്യാഷ് അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ലൈബ്രറി സെക്രട്ടറി മൈലാടി റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു. ബാബു തോമസ്, രാജമ്മ, വാസുദേവൻ, P രാജൻ, T കുഞ്ഞുമുഹമ്മദ്, KP അശ്വിൻ എന്നിവർ സംസാരിച്ചു.
ആര്യടൻ ഷൗക്കത്ത് MLA നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വികാസ് വിഷൻ 2040 ഭാഗമായി നിലമ്പൂരിലെ പട്ടികവർഗ വിഭാഗങ്ങളിലുള്ളവർക്ക് അടിസ്ഥാന രേഖകൾ നൽകുന്നതിനായി ഈ മാസം 11 നടത്താനിരുന്ന മെഗാ രേഖാ അദാലത്ത് ഓഗസ്റ്റ് 2 മാറ്റിയിട്ടുണ്ട്. നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. ഉന്നതികളിൽ നിന്നുള്ള ജനങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ്, ജാതി വരുമാന സർട്ടിഫിക്കറ്റുകൾ, ആധാർ സേവനങ്ങൾ, ബാങ്ക് അക്കൗണ്ട്, വോട്ടർ ID, റേഷൻ കാർഡ്, തൊഴിലുറപ്പ് കാർഡ്, യൂണീക്ക് ഹെൽത്ത് ID, വിവിധ സ്പെഷ്യാലിറ്റി മെഡിക്കൽ പരിശോധനകൾ എന്നിവ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം.